അവാർഡ് കൊടുക്കുന്നത് പ്രിയപ്പെട്ട പി ഡി സതീശൻ അവരാണ്. ജനതയെ മുന്നോട്ട് നയിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാക്കി ഗംഭീരമായ ഈ തുടക്കത്തിന് നമുക്ക് എല്ലാവരും പ്രവർത്തന മികവിലൂടെ ജനകീയമായി ഒരിക്കലും അതിന് നോ പറയാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ഈ നാട്ടുകാരുടെ നിങ്ങളുടെ ഞാൻ അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല എന്നറിയാം. എങ്കിലും ഈ വിധിയും അദ്ദേഹം ചെയ്യുന്ന കുടുംബത്തിലും സ്കൂളിലും വളരെ അഭിമാനമാണ്. കൂടി എഴുന്നേറ്റ് നിൽക്കാൻ അറിഞ്ഞിരിക്കണം. കേരളത്തിന് നമുക്കൊരു പാഠം പഠിക്കണം. എൻ്റെ സുഹൃത്തായ സി പി സാരി ഞാനൊരു വരുന്ന സമയം ചേർന്ന് നന്ദി പറയാം. പേരെ ചേർത്ത് നിർത്തുക. ഞാൻ ഇത് പ്രതീക്ഷിച്ചില്ല. ഇതുവരെ ഈ പരിപാടി ഇല്ലായിരുന്നല്ലോ. ഒരുപാട് സന്തോഷം. വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാലിക്ക, ഞാൻ ഒരുപാട് സ്നേഹത്തോടുള്ള സാലിക്കാനാണ്. ഒപ്പം തന്നെ എൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ട്സ് വിജയകുമാർ, പ്രിയപ്പെട്ടവർ, കലവറിയാതെ ഏതു കിനാവു പോലെ മനമറിയാതെ പാടിയ മനസരസാരം പ്രണയവിനാക്കിളിനി ശതാന പാരി കളികൾ ചൊല്ലി കാട്ടുപൂവി കരളിനോടും നീ നിഴലായി അലസമലസമായി അരികിലൊഴുകി ഞാൻ ഇളപ്പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി കളികൾ ചൊല്ലി കാട്ടുപൂവി കരളിനോടും നീ. അടുത്തിടയിൽ വ്യക്തി തന്റെ അപ്പച്ചനോട് ബോബൻ കുഞ്ചാക്കോയുടെ ഒട്ടനവധി മേഖലകളിലേക്ക് കടന്നു ചെല്ലുകയും സിനിമയുടെ ഡ്യൂട്ടി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ വൈവിധ്യമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പ്രേക്ഷക മനസ്സിൽ തന്റേതായ സ്ഥാനം. വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ആദ്യം തന്നെ ക്ഷമ ചോദിക്കുകയാണ്. 2 പ്രാവശ്യം ക്ഷമ ചോദിക്കുകയാണ്. ഒന്ന് വൈകി വന്നതിനും, രണ്ടാമത്തെ ക്ഷമ നേരത്തെ വന്നതിനും. കാരണം നിങ്ങളൊക്കെ വരുന്നതിനേക്കാൾ മുമ്പ് ഞാനിവിടെ വന്നു, പക്ഷെ നിങ്ങളാരെയും കണ്ടില്ല. അതുകൊണ്ട് എനിക്ക് അത്യാവശ്യമാണ് ഒരു സ്ഥലത്ത് കൂടെ പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു ഓടി വരുന്നത്, ഞാനും എൻ്റെ സുഹൃത്തായ രമേശ് വിശാരടിയും. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ടും ഈ 2 ക്ഷമകൾ ഞാൻ നേരത്തെ ചോദിക്കുകയാണ്. ഒരുപാട് സന്തോഷം. കാരണം ഈ ഒരു വേദിയിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് പ്രിയപ്പെട്ട ചാകോച്ചൻ, ഇന്ന് നമ്മളെല്ലാവരും കൂടുതൽ കാണുന്നതിലും സംസാരിക്കുന്നതിനെല്ലാം മുഖ്യ കാരണമായ 2 പേർ. ഒന്നൊരു സംഘമാണ് അത് പഠിച്ച് ഇത്ര